കർത്താവിനെ സ്തുതിക്കുന്നു. आशीष वाला अनुग्रहित रात्रि काल के लिए मैं परमेश्वर को धन्यवाद करता हूँ. ഇതൊരു ഭാഗ്യ പദവിയായിട്ട് ഇന്ന് രാത്രി ഞാൻ കാണുകയാണ്. मेरा जीवन का एक धन्य समय करके मैं इसको समझता हूँ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തെ ജോസ് പാസ്റ്റർ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. प्रभु का आदरणीय प्रभु का दास लोगों को मैं धन्यवाद करता हूँ. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. हम बड़े प्रार्थना के साथ सर्वशक्तिमान के चरणों में बने रहने पाए. प्रभु हम एक एक लोगों को आशीष दे. ഈ സൂം മീറ്റിംഗിലൂടെ പ്രാർത്ഥനയോടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ये जूम मीटिंग में मेरे साथ और जो फोन में कॉन्फ्रेंस कॉल में मेरे साथ ये वचन सुनने वाला हर एक व्यक्ति को प्रभु यीशु मसीह के पवित्र नाम में मैं धन्यवाद करता हूँ. ഈ മീറ്റിംഗ് കഴിയുന്നവരെയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ये मीटिंग आज शुरू से लेकर अंत तक पवित्र आत्मा का बहुत बड़ा हालेलुया कार्य हमारे बीच में होने के लिए हम प्रार्थना के साथ उपस्थित रहे. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദവചനം വായിക്കുവാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുന്നു. आज का वचन की मनन के लिए मैं एक वचन पढ़ना चाहता हूँ. അതിനാധാരമായി മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുവാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. मत्ती रचित सुसमाचार उसका 17 अध्याय उसका पहला वचन में पढ़ना चाहता हूँ. ഇന്ന് രാത്രി ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് വലിയ ഉറപ്പുണ്ട്. मैं विश्वास करता हूँ प्रभु हमको आज रात को आशीष करेगा. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുന്നു. मत्ती रचित सुसमाचार उसका 17 अध्याय पहला वचन पढ़ता हूँ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. 6 दिन के बाद यीशु ने पत्रोस याकूब और उसके भाई यूहन्ना को साथ लिया और उन्हें एकांत में किसी ऊंचे पहाड़ पर ले गया. 4 സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് 4 രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. 4 सुसमाचार किताब है, उसमें 4 तरीके से यीशु मसीह को बारे में परिचित कराया हुआ है. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. मत्ती रचित सुसमाचार 17 अध्याय उसका पहला वचन हम पढ़े हैं. 17-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ 3 പേരെയും കൊണ്ട് കർത്താവ് തനിച്ച് അവരെ ഒരുമിച്ച് തനിച്ച് ഒരു മലയിലേക്ക് കൊണ്ടുപോയി നമ്മൾ അവിടെ വായിച്ചു. वहां लिखा है 3 लोगों को सिर्फ लेकर एकांत में पहाड़ की ओर चला. എന്തിനു വേണ്ടിയാണ് യേശു കർത്താവ് തനിച്ച് അവരെ മലയിലേക്ക് കൊണ്ടുപോയത്? क्यों यीशु मसीह उनको एकांत में ले गया? ഇന്ന് രാത്രി തനിച്ച് നമ്മളെ വിളിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുവാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുന്നത്. एकांत में बुलाने वाला एक प्रभु यीशु मसीह के बारे में मैं आपको परिचय कराना चाहता हूँ. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേരെ നമുക്ക് എല്ലാവർക്കും അറിയാം. यीशु के साथ कौन कौन था हम जान रहे हैं. പത്രോസും യാക്കോബും യോഹന്നാനുമാണ് അവർ. पत्रोस यूहन्ना और याकूब है वो लोग. ദൈവത്തിന് വേണ്ടി വളരെ ശക്തമായി നിലനിന്ന 3 പേരെ കുറിച്ച് ഞാൻ അല്പനിമിഷം സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. प्रभु के लिए जो बड़े सामर्थ्य के साथ खड़ा रहा 3 लोगों के बारे में मैं अच्छा से आपसे बात करना चाहता हूँ. ഈ 3 പേരുടെ ഉള്ളിൽ വലിയ ദർശനം ഉണ്ടായിരുന്നു. ये तीनों लोगों के अंदर एक बहुत बड़ा दर्शन था. പത്രോസിന്റെ ഉള്ളിലെ ദർശനം വരുവാനുള്ള പ്രത്യാശയെ കുറിച്ചുള്ള ദർശനമായിരുന്നു. पत्रोस के अंदर जो दर्शन थे वो आने वाला हालेलुया प्रभु यीशु मसीह के बारे में दर्शन था. യാക്കോബിന്റെ ഉള്ളിലെ ദർശനം എന്ന് പറയുന്നത് വിശ്വാസത്തെ കുറിച്ചുള്ള ദർശനമായിരുന്നു. याकूब के अंदर जो दर्शन था विश्वास के बारे में जो दर्शन था. യോഹന്നാന്റെ ഉള്ളിലെ ദർശനം സ്നേഹത്തെ കുറിച്ചുള്ള ദർശനമായിരുന്നു. यूहन्ना के अंदर प्रभु की प्रेम के बारे में जो दर्शन था. ഈ 3 പേരെ ഒരുമിച്ചാണ് യേശു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ये तीनों को प्रभु एकांत में पहाड़ की ओर ले गया. എന്തിനു വേണ്ടിയാണ് യേശു നമ്മളെ തനിച്ച് യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ വിളിക്കുന്നത്? हमको अकेला में एकांत में क्यों प्रभु यीशु मसीह के करीब बुलाता है? നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും അനുഭവിച്ചില്ലാത്ത
കാണാത്ത ചില കാര്യങ്ങൾ നമ്മളെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് യേശു നമ്മളെ തനിച്ച് വിളിക്കുന്നത്. एकांत में प्रभु हमको इसलिए बुलाते, आज तक जो आपने परिचय न हुआ, आज तक जो आपने समझ नहीं पाया, उस तरीके का कुछ बातें आपके साथ चर्चा करना चाहते, आपको दिखाना चाहते, इसीलिए प्रभु आपको बुला रहा. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ചില കാഴ്ചകൾ കാണുവാനിടയായി. यीशु मसीह के साथ में ये 3 लोगों को बाकी लोगों से बढ़कर कुछ कार्यों को देखने का मौका मिला. बोलिए. ഒന്നാമതായി യേശുവയുടെ മുമ്പിൽ രൂപാന്തരപ്പെടുവാനിടയായി. सबसे पहले उनके यीशु उनके सामने परिवर्तन हुआ, बदला हुआ. യെസ്, ഓക്കെ ഓക്കെ. അവിടെ നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളുടെ സിഗ്നൽ വേറെ കോൾ വന്നതാ. ഓക്കെ ഓക്കെ, സോറി. ഒന്ന് യേശുവയുടെ മുമ്പിൽ രൂപാന്തരപ്പെടുവാനിടയായി. एक तो यीशु उनके सामने बदल गया, परिवर्तन हुआ, रूपांतर हुआ. രണ്ട് മുഖം സൂര്യനെ പോലെ അവരുടെ മുമ്പിൽ യേശുവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിപ്പാനിടയായി. दूसरा यीशु का मुंह उनके सामने सूर्य की तरह चमकने लगा. हेलो, हेलो, हेलो. हेलो. हालेलुया. हम प्रार्थना करेंगे, प्रभु का दास आने तक हम प्रार्थना करेंगे. हालेलुया. हम लोग प्रार्थना कर रहे थे, जो लोग आज बपतिस्मा पाया है उन लोगों के लिए हम प्रार्थना कर रहे थे, प्रभु उनके जीवन में अद्भुत कार्य करने पाए. जो लोग बीमार है, हालेलुया, एक है जो राजेंद्र है जो हमारे साथ है, हालेलुया, हालेलुया, नदिरा कांचन गांव में है, प्रभु उनको छूने के लिए हम लोग प्रार्थना को, हालेलुया, प्रभु उनके जीवन में अद्भुत कार्य करने पाए, प्रभु की आत्मा उनके जीवन में चमत्कारी कार्य करने पाए. हालेलुया. हम धन्यवाद करते हैं प्रभु जी. धन्यवाद, धन्यवाद, धन्यवाद. മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാത്ത വലിയൊരു ദൈവ സാന്നിധ്യം യേശുവിന്റെ കൂടെ ദർശനമുള്ളവർക്ക് കാണുവാൻ ഇടയായി തീർന്നു. जो लोग നമ്മൾ യാക്കൂബിന്റെ യേശുവിന്റെ സൂര്യപ്രകാശം പോലെ ഉള്ളതേ പറഞ്ഞുള്ളൂ, അത് കഴിഞ്ഞൊന്നും പറഞ്ഞില്ല. ഓക്കെ, അത് കട്ടായി പോയതായിരുന്നു. അതെ. മൂന്നാമത്തേതായ അവരുടെ മുമ്പിൽ യേശു വീണ്ടും പോവുകയാണല്ലോ പാസ്റ്ററെ. വസ്ത്രം പോലെ വീഡിയോ വേണ്ട കേട്ടോ പാസ്റ്ററെ, വീഡിയോ ഉള്ളത് കൊണ്ടായിരിക്കും. അല്ലല്ല, ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് കോൾ വരുന്നുണ്ട് പാസ്റ്റർ, സോറി. വേറെ 2 കോളുകൾ കയറി വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അതെ പ്രയാസം. അതെ പാസ്റ്ററെ, ഈ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തേക്ക്, നേരം ഇതായിക്കോളും. ഓക്കെ, കേൾക്കാമോ ഞങ്ങൾ പറയുന്നേ? കേൾക്കാം. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ. മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നത് കാണുവാനിടയായി. മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നത് കാണുവാനിടയായി. വസ്ത്രം വെളിച്ചമുള്ള വസ്ത്രമായിട്ട്, വെളിച്ചം പോലെ വസ്ത്രമായി തീരുന്നത് അവർ കാണുവാനിടയായി. उनका मुंह, यीशु मसीह का मुंह सूर्य की प्रकाश की तरह चमकते ही वो लोग दिखाया. उनका वस्त्र एकदम श्वेत रंग का दिखाई पड़ा उनको. യേശുവിന്റെ കൂടെ നടന്ന മറ്റാർക്കും അത് കാണുവാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ ഉള്ളിലെ ദർശനമുള്ള ആ 3 പേർക്ക് അത് കാണുവാൻ കഴിഞ്ഞുള്ളൂ. यीशु मसीह के बारे में कोई और चेले लोग वो ना देख पाए. यीशु मसीह के बारे में जो दर्शन पाया वो लोग सिर्फ उसको देख पाया. ഇന്ന് രാത്രി നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ദർശനമുണ്ടോ? ഇതുവരെ മറ്റുള്ളവർ കാണാത്ത ചില കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. अगर आप प्रभु यीशु मसीह के करीब एक दर्शन के साथ आया तो जो आज तक जो लोगों ने नहीं देख पाया उस तरीके के एक दर्शन को प्रभु आपको दिखाना चाहता है. അതിനുവേണ്ടി ദൈവം നമ്മളെ ഒറ്റയ്ക്ക് തനിച്ച് ദൈവത്തിന്റെ അടുത്തേക്ക് വരുവാൻ നമ്മളെ വിളിക്കുകയാണ് ഇന്ന് രാത്രി. प्रभु आपको उसके लिए प्रभु आपको अपना करीब बुलाना चाहता है. എന്തിനു വേണ്ടിയാണ് ഇന്ന് രാത്രി ദൈവം നമ്മളെ തനിച്ച് വിളിക്കുന്നത്?
आज रात को प्रभु आपको क्यों अकेला में बुलाना चाहते हैं? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മോശയെ ദൈവം തനിച്ച് ഒരു സ്ഥലത്ത് വെച്ച് കാണുവാനിടയായി. हम निर्गमन का किताब जब हम पढ़ते हैं, हम देख सकता है मूसा को प्रभु अकेला में एक जगह में उनके साथ वार्तालाप करता है. അവിടെ വെച്ച് ദൈവത്തിന്റെ സന്ദേശം മോശയെ അറിയിക്കുവാൻ തനിച്ച് മോശയുമായി ദൈവത്തിന് ഒരു ബന്ധം ആവശ്യമായി വന്നു. वहां प्रभु अपनी संदेश को दुनिया को देने के लिए प्रभु वहां उसको अकेला में उससे बात किया. നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതയിൽ, നമ്മുടെ ജീവിതത്തിന്റെ നഷ്ടത്തിൽ, हमारे जीवन का हर एक शून्य अवस्था में प्रभु हम एक एक लोगों को से मिलना चाहता है. അതിന്റെ നടുവിൽ ദൈവം നമ്മളുമായി വ്യക്തിപരമായി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. उसके बीच प्रभु हमारे साथ व्यक्तिगत रीति से बात करना चाहते हैं. അതുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നമ്മൾ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. നമ്മുടെ ജീവിതത്തോട് അടുത്ത് വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹവാനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. हमारे जीवन की ऐसी मुश्किल परिस्थिति में हम थके ना रहे. प्रभु आपको बहुत करीब बुलाना चाहते हैं. ഒരു വലിയ ജനസമൂഹത്തിന്റെ വേദനകളെ മോശയ്ക്ക് ദൈവം അറിയിച്ചു കൊടുക്കുവാനിടയായി. एक बहुत बड़ा जनता का जीवन के बारे में, उनकी आगे की कार्य के बारे में प्रभु ने मूसा को प्रकट कराया. വ്യക്തിപരമായി ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അനേക തകർന്ന കുടുംബങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുവാനിടയായി തീരും. अगर आपको प्रभु यीशु मसीह के साथ एक व्यक्तिगत संबंध है तो प्रभु आपको देखना इस समाज से, इस समूह से, आपको आपकी बीच में, लोगों के बीच में से एक बहुत बड़ा जुड़ को प्रभु अलग करके देगा. അതുകൊണ്ട് ഈ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മളെ നശിപ്പിക്കുവാനുള്ളതല്ല. പ്രതിസന്ധിയുടെ നടുവിൽ വ്യക്തിപരമായ ദൈവത്തെ കാണാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. प्रभु ये जो परेशानियां हैं आपको खराब के लिए, आपको बुरे के लिए नहीं है. प्रभु आपको व्यक्तिगत जीवन में प्रभु आपसे बात करना चाहते हैं. ഒരുപക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഒരുപക്ഷെ തനിച്ചായേക്കാം. അവിടെ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. അവിടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. आप हो सकता है अकेला हो, प्रभु के चरणों में आपको निराशा होने की जरूरत नहीं है. अकेला में प्रभु आपसे बात करना चाहते हैं. രണ്ടാമത് തനിച്ചെന്തിനാ ദൈവം വിളിക്കുന്നു ചോദിച്ചാൽ സംഖ്യാപുസ്തകം 23:9 നമുക്ക് കാണുവാനായിട്ട് കഴിയും. प्रभु अकेला क्यों बुलाता करके हम परमेश्वर का वचन गिनती का किताब 23 अध्याय 9वां वचन में हम पढ़ सकते हैं. അവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത് ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ മാറി നിൽക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. वहां हम देख सकता है वहां ऐसी जाति है जो अकेली बसी रहेगी और अन्य जातियों में से अलग गिनी जाएगी. ദൈവം നമ്മളെ തനിച്ച് വിളിക്കുന്ന രണ്ടാമത്തെ കാരണം നമ്മൾ മറ്റ് ലോക മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കുവാൻ വേണ്ടിയാണ്. प्रभु हमको अकेला बुलाने का परम प्रधान कारण यही है, हम दुनिया की लोगों से अलग दिखाई दे. ലോക മനുഷ്യനിൽ നിന്ന് അവരിലുള്ള ബന്ധം നഷ്ടപ്പെടുക എന്നല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. इधर हमने ये मतलब नहीं है कि हम धरती में की लोगों से हालेलुया अलग परिचय हो, अलग रीति से हो, वो नहीं मैं आपको बता रहा हूं. അവർ ചെയ്യുന്ന പാപപ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. वो लोग जो करते हैं धरती का काम, उस पाप का बातों से आप अलग हो जाना प्रभु आपके बारे में चाहते हैं. അതിനുവേണ്ടി ദൈവം നമ്മളെ തനിച്ച് വിളിച്ചിരിക്കുകയാണ്. उसके लिए प्रभु आपको अकेला बुलाया गया है. തനിച്ച് വിളിക്കുന്ന അടുത്ത കാര്യം നമ്മൾ ദാനിയേൽ പ്രവചനത്തിന്റെ പുസ്തകം 10-ാം അധ്യായം 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, दानियल का किताब 8वां अध्याय उसका 10वां वचन में हम ऐसा पढ़ते हैं. അവിടെ നമ്മൾ വായിക്കുന്നത് തനിച്ചിരിക്കുമ്പോൾ താൻ ഒരു ദർശനം കാണുകയാണ്. എത്രാമത്തെ വചനമാ? ഞാൻ 10:8. 10:8 में लिखा है, जब दानियल अकेला था वहां में एक बहुत बड़ा दर्शन देखा. ഒറ്റപ്പെടലിന്റെ നടുവിൽ ദൈവത്തിന് ചില ദർശനങ്ങൾ നമ്മളെ കാണിക്കുവാനായിട്ടുണ്ട്. हालेलुया. जब आप अकेला होते हैं उसके बीच में प्रभु आपको कुछ दर्शन दिखाना चाहते हैं. ഒരുപക്ഷെ നമ്മൾ ആ ഒരു ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കും, हालेलुया. हो सकता है ये जब अकेला आप हो जाते तो लोग आप प्रभु से आप पूछ सकता है, എന്തിനാണ് ഞാൻ ഈ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന ഒരു വിഷയം നമ്മൾ ദൈവത്തോട് ചോദിക്കുമായിരിക്കും.
हालेलुया। प्रभु से आप पूछ सकता है, प्रभु जी ये अकेला मैं क्यों ऐसा गुजर रहा है। അതിന്റെ നടുവിൽ ദൈവത്തിന് ചില ദർശനങ്ങൾ നമ്മളെ കാണിക്കുവാനായിട്ടുണ്ട്. उसके बीच में प्रभु आपसे कुछ दर्शन में बात करना चाहते हैं। ഇന്ന് രാത്രി ഒറ്റപ്പെടുന്നവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ഓർമ്മിപ്പിക്കട്ടെ, जो अकेला हो जाते हैं उन लोगों से मैं परमेश्वर की वचन के द्वारा मैं याद कराना चाहता हूं, ലോകം കാണാത്ത ചില ദർശനങ്ങൾ ദൈവം നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. जो दुनिया देख नहीं सकता उसी जैसा कुछ एक दर्शन प्रभु आपके बारे में दिखाना चाहते हैं। നമ്മുടെ ദേശത്തെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച്, हमारा देश के बारे में, हमारा कुटुंब के बारे में, നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ സഭയെ കുറിച്ച് हमारा बच्चों के बारे में, हमारा कलीसिया के बारे में വലിയ ദർശനങ്ങൾ ദൈവത്തിൽ നമ്മെ കാണിക്കുവാനായിട്ടുണ്ട്. बहुत दर्शन प्रभु आपको दिखाना चाहते हैं। അതിന് നമ്മൾ ദൈവസന്നിധിയിൽ തനിച്ച് കടന്നു പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. इसके लिए आप प्रभु के चरणों में अकेला जाना बहुत जरूरी है, एकांत में जाना जरूरी है। കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ നല്ലവണ്ണം മനസ്സിലാക്കുവാൻ കഴിയത്തില്ല, എല്ലാവരുടെ കൂടെ ഇരിക്കുമ്പോൾ. हो सकता है जब भीड़ के बीच में जब बैठते हैं आपको इस तरीके के बातों को समझ में नहीं आता। ഹോശിയ പ്രവാചകൻ പറയുന്നു, എനിക്ക് മരുഭൂമിയിൽ വെച്ച് നിന്നോട് കൃത്യമായിട്ട് സംസാരിക്കുവാനായിട്ടുണ്ട്. होशिया ने भी कहता है, मुझे तुमको मरुस्थल में ले जाकर अकेला में बात करना है। തനിച്ച് വിളിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം നമ്മോട് സംസാരിക്കണം എന്ന് തന്നെയാണ്. जब अकेला जब आपको बुलाता है, प्रभु का इच्छा यही है कि तुमको हालेलुया अकेला बात करना चाहते हैं। അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒറ്റപ്പെടൽ നടുവിൽ നിൽക്കുന്ന പ്രിയ കുടുംബമേ, വ്യക്തിയെ, आज रात को एकांत में बैठा हुआ प्रभु का कुटुंब, प्रभु का परिवार और प्रभु का जनों, നിങ്ങളോട് ദൈവത്തിന് വളരെ ശക്തമായി സംസാരിക്കുവാനായിട്ടുണ്ട്. आपसे प्रभु एकांत में बात करना चाहते हैं। ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ शमूएल नबी का किताब जब हम पढ़ते हैं, ആലയത്തിന്റെ ഉള്ളിൽ വളരെയധികം മോശമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് അവിടെ വായിക്കാൻ കഴിയും. वहां हम देख सकता है परमेश्वर का भवन के अंदर जो नहीं चलना चाहिए उस तरीके का काम चल रहे थे। വചനത്തിൽ നിന്ന് മാറി ദർശനമില്ലാത്ത ഒരു കാലഘട്ടമെന്ന് നമ്മൾ ഇവിടെ പഠിക്കുവാൻ ഇടയായിത്തീരുന്നു. हम पढ़ते तो वहां देख सकता लोग वचन से हटकर वहां हालेलुया दर्शन का कमी का जिस समय हम दिखाई देता है। അതിന്റെ നടുവിൽ ഒറ്റയ്ക്ക് തനിച്ചിരുന്ന ശമൂവേൽ ബാലനോട് ദൈവം സംസാരിക്കുവാൻ ഇടയായിത്തീർന്നു. वहां अकेला में बैठे हुए, एकांत में बैठा हुआ शमूएल लड़का के साथ प्रभु उनसे बात किया है। ലോകം യേശുവിനെ തള്ളിക്കളയുമ്പോൾ, ലോകം യേശുവിനെ മറക്കുമ്പോൾ, പലരും യേശുവിനെ വിട്ടുപോകുമ്പോൾ തനിച്ചിരിക്കുന്നവരോട് ദൈവത്തിന് സംസാരിക്കാൻ ഇന്ന് രാത്രി ഉണ്ട്. जो दुनिया यीशु मसीह को छोड़कर जब जाते हैं तब हमको देख सकता है, जो अकेला में एकांत में बैठकर प्रभु की बात जोते हैं उस व्यक्ति से प्रभु कुछ बात करना चाहते हैं। അതിനുവേണ്ടി അവൻ തനിച്ച് നമ്മളെ അവന്റെ അടുക്കേക്ക് വിളിക്കുകയാണ്. इसलिए एकांत में प्रभु आपको बुलाना चाहते हैं। അടുത്ത ചിന്ത മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ, मरकोस रचित सुसमाचार उसका 4 अध्याय उसका 34 वचन जब हम पढ़ते हैं, അവിടെ നമ്മൾ കാണുന്നു, തനിച്ചിരിക്കുമ്പോൾ അവൻ സകലവും അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതായി കാണുന്നു. वहां हम देख सकता है जब अकेला था एकांत में वो सबको हालेलुया हर एक बातों को अर्थ बताता है। ഇന്ന് രാത്രി നമ്മളെ വ്യക്തിപരമായി ദൈവം വിളിക്കുന്നത് പല കാര്യങ്ങളും നമുക്ക് വ്യാഖ്യാനിച്ചു തരുവാൻ വേണ്ടിയാണ്. आज रात को प्रभु आपको व्यक्तिगत रूप से अगर आपको प्रभु बुलाता है तो इसका मतलब है आपसे कुछ प्रभु अर्थों को, वचन का कुछ भेदों को बताना चाहते हैं। വചനത്തിന്റെ പല മർമ്മങ്ങളും ഒരുപക്ഷെ നമുക്ക് അവ്യക്തമായിരിക്കും. हो सकता है वचन का बहुत बात भेदों आपको अच्छे से समझ में नहीं आता होगा, എന്നാൽ ഒറ്റയ്ക്ക് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ നമുക്കെല്ലാം വ്യാഖ്യാനിച്ചു തരുവാൻ ഇടയായിത്തീരും. एकांत में अगर आप उनके पास जाएगा तो सब कुछ आपके लिए वो अर्थ बताएगा। അത് ഈ ലോകത്തിന്റെ സകല ജ്ഞാനങ്ങളെക്കാൾ വലിയ ജ്ഞാനമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. वो दुनिया का हर एक ज्ञान और समझ से बढ़कर है करके आप जान सकते हो। ഈ ലോകത്തിന്റെ അറിവുകളെല്ലാം പരിമിതമാകുന്ന സമയത്ത്, ये धरती का हर एक समझ जब खत्म हो जाता है,
അത് പരാജയപ്പെടുന്നിടത്ത് ദൈവത്തിന്റെ അറിവ് നമ്മളെ ജയത്തിലേക്ക് നടത്തുവാനിടയായിത്തീരും. जहां वो पराजित होता है वहां परमेश्वर का ज्ञान की ओर हमको वजन चलाता है. അതിന് അവന്റെ അടുത്തേക്ക് നമ്മൾ തനിച്ചു പോകണം. അപ്പോൾ നമുക്ക് സകലവും അവൻ വ്യാഖ്യാനിച്ചു തരുവാനിടയായിത്തീരും. इसके लिए हमको उनके ओर अकेला जाना जरूरी है. तब देखना वो हर एक चीजों का अर्थ हमको बताता है. ദൈവത്തിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കി യോസഫ് കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം പുറത്തെടുപ്പാനിടയായി. परमेश्वर को हालेलुया यूसुफ को प्रभु बंदीगृह से बाहर लेके आया. അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. उनके ऊपर परमेश्वर की आत्मा बने रहते थे करके हम देख सकता है. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിലേ വചനത്തെ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയത്തുള്ളൂ. परमेश्वर को आत्मा जब तक हमारे अंदर नहीं है हम हालेलुया वचन का अर्थ नहीं समझ सकता. ദൈവാത്മ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദർശനങ്ങളെ വ്യാഖ്യാനിക്കുവാൻ കഴിയത്തുള്ളൂ. हालेलुया जब तक दर्शन को अर्थों को स्वप्नों का अर्थों को अगर आपको बताना है तो परमेश्वर की आत्मा आपके अंदर होना बहुत जरूरी है. അങ്ങനെയെങ്കിൽ ആ ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രതിസന്ധിയുടെ അകത്തു നിന്ന് നമ്മൾ ദൈവം പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. आप जिस प्रतिसंधि के द्वारा जिस परेशानी के द्वारा जो आप गुजर रहा है उस अवस्था से प्रभु आपको बाहर लाना चाहते हैं. ശത്രു നമ്മുടെ പുറമേയുള്ള വഴികളും നന്മകളും ഒക്കെ അടച്ചു കളയുമ്പോൾ आपकी जो बाहर बाहर जो मिलने वाला जो आशीषें हैं जो अनुग्रह है जो जब बंद करता है ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ അടഞ്ഞ വഴികളെ തുറക്കുവാൻ ദൈവം നമുക്ക് ശക്തീകരിപ്പാൻ ഇടയായിത്തീരും. हालेलुया अगर आप प्रभु की आत्मा में अगर बने रहकर प्रभु में बने रहता है तो जो बंद हुआ रास्ता आपके परमेश्वर की आत्मा का द्वारा आप उसको खोल पाओगे. ദൈവത്തിന്റെ ജ്ഞാനമുള്ളവനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. परमेश्वर का समझ परमेश्वर का ज्ञान जिसके पास है उनको कोई धरती का लोग हरा नहीं सकता. അതുകൊണ്ട് ദിവസങ്ങൾ അവന്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോകാം. ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിക്കാൻ അവൻ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്ന ദൈവമാണ്. इसलिए हम अकेला में एकांत में प्रभु की ओर चले वो आपको वचन का ज्ञान दर्शन का अर्थ वचन का अर्थ आपको समझाएगा. മൂന്നാമത് പിന്നീട് നമ്മൾ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ लूका रे सुसमाचार 9 अध्याय उसका 18 वचन जब हम पढ़ते हैं യേശു ചോദിക്കുകയാണ്, മനുഷ്യർ എന്നെ മറ്റുള്ളവർ എന്നെ ആരെന്നാണ് പറയുന്നത്? हालेलुया यीशु उनसे जब एकांत में जब प्रार्थना करते थे तब यीशु ने उनसे पूछता है कि लोग यीशु के बारे में क्या कहते हैं करके पूछता है. ഏകാന്തതയുടെ നടുവിൽ ഒറ്റയ്ക്കിരുമ്പോൾ യേശു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശുവിനെ നമ്മൾ ഏത് നിലയിലാണ് കാണുന്നതെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. हालेलुया एकांत में हालेलुया अकेला में आप जब बैठकर प्रभु के साथ संबंध रखता है प्रभु आपसे ये पूछना चाहता है तुम मेरे बारे में क्या समझते हो. വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനോടുള്ള ബന്ധവും സ്ഥാനവും ആ സമയത്ത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. आपका एकांत का अवस्था में प्रभु आपसे एक अच्छे से संबंध रखना प्रभु चाहते हैं. പലരും പല കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് അവിടെ പറയാനിടയായി. बहुत लोग अलग अलग बातों के बारे में लोग क्या कहता है कैसे बोलता है वो कहता है. ചിലർ പറഞ്ഞു യേശു ഒരു പ്രവാചകനാണ്. कुछ एक लोगों ने बोला यीशु एक भविष्यवक्ता है. ചിലർ പറഞ്ഞു യേശു യോഹന്നാൻ സ്നാപകനാണ്. कुछ लोगों ने कहा यीशु यूहन्ना बपतिस्मा है. ചിലർ പറഞ്ഞു യേശു യിരെമ്യാവോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രവാചകനായിരിക്കാം. किसी ने बोला यीशु मसीह यिर्मयाह नबी होगा या पुराना समय का कोई ना कोई भविष्यवक्ता हो सकता है. എന്നാൽ പത്രോസ് ഉറപ്പോടെ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. यहाँ पत्रोस एकदम जोर के साथ कहा हालेलुया तुम जीवित परमेश्वर का पुत्र मसीह है करके कहा. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏകാന്തതയിലൂടെ നമ്മളെ കടത്തി വരുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. आपको एकांत के द्वारा प्रभु आपको इसलिए चलाता है आपके साथ जो रिश्ता है हालेलुया प्रभु उसको मजबूत करना चाहते हैं. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഏകാന്തതയിലൂടെ ഒറ്റയ്ക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഒന്ന് മുറുകെ പിടിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. अकेला में अगर आपको प्रभु बुलाया है तो प्रभु आपको एक अच्छे करीब का दिल का रिश्ता बनाना चाहते हैं.
യേശു നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവാചകനാണോ? यीशु आपका जीवन में क्या एक भविष्यवक्ता है क्या? യേശു നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുരുവാണോ? यीशु आपका जीवन में एक रब्बी एक गुरु है क्या? എന്നാൽ പത്രോസ് പറഞ്ഞു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് ഉറപ്പോടെ പറയുക. यहाँ प्रभु का दास पत्रोस हालेलुया कहता है, तुम जीवित परमेश्वर का पुत्र मसीह है करके कहता है। മറ്റുള്ളവർ പറയുന്നത് പോലെ പറയാനല്ല ദൈവം നമ്മളെ കുറിച്ച് വിളിച്ചിരിക്കുന്നത്. बाकी लोग जिस तरीके से कहता है उस तरीके से यीशु के बारे में कहने के लिए नहीं आपको प्रभु बुलाया है। വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് നമുക്ക് പറയാൻ ചില വാക്കുകൾ ഉണ്ടായിരിക്കണം. आपकी व्यक्तिगत जीवन में यीशु के साथ इतना अच्छा रिश्ता बनाइए, आपको बोलने के लिए कुछ मिले। വ്യക്തിപരമായി യേശുവിനെ കുറിച്ച് പറയാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ व्यक्तिगत जीवन के बारे व्यक्तिगत जीवन में यीशु मसीह के बारे में बोलने के लिए आपके पास अगर कुछ है तो ആരുമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നമുക്ക് കാണുവാൻ കഴിയും. जब कोई धरती पर आपके लिए नहीं होगा, वहां यीशु मसीह आपके लिए कार्य करेगा। വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പറയുവാനുണ്ടെങ്കിൽ പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് തളരേണ്ടി വരത്തില്ല. व्यक्तिगत जीवन में यीशु के साथ आपका एक रिश्ता है, आपको कुछ बोलने के लिए है तो आपको जीवन की परेशानी के समय पर आप तकेगा नहीं। അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പിനെ കാണിക്കുകയാണ്. वो आपके विश्वास का धीरज को दिखाता है। വ്യക്തിപരമായ ഉറപ്പോടെ യേശു ആരാണെന്ന് പറയാൻ നമ്മൾ ഈ ദിവസങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. व्यक्तिगत जीवन में यीशु के बारे में आप अच्छे रीति से, आप मजबूत रीति से बोले, एक अच्छे रिश्ता बनाए यीशु के साथ, वो प्रभु चाहता है। യേശു പലപ്പോഴും തനിച്ച് സഞ്ചരിക്കുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. यीशु बहुत बार अकेला यात्रा करते हुए हम बाइबल में देख सकता है। പല സമയത്തും പല കാര്യങ്ങൾക്കായി യേശു തനിച്ചു പോയിട്ടുണ്ട്. बहुते बार बहुते जगह यीशु अकेला यात्रा किया है। യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ यूहन्ना का रचित सुसमाचार उसका 6 अध्याय उसका 15 वचन जब हम पढ़ते हैं, അവിടെ യേശു തനിച്ചു പോയത് യേശുവിനെ എല്ലാരും കൂടെ രാജാവാക്കാൻ തീരുമാനിച്ചപ്പോഴാണ്. वहां यीशु अकेला इसलिए पहाड़ की ओर गया, वहां लोगों ने यीशु को पकड़कर राजा बनाना चाहता था। ലോകത്തിലെ വ്യക്തികൾ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി പദവികൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നേക്കാം. दुनिया के लोग आपके पास आपको प्रभु से दूर करने का कोई योजना बना सकता है। പദവികളുടെ മുമ്പിൽ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. ये ऐसी योजनाओं के सामने आप प्रभु के साथ जो रिश्ता है उसको टूटने ना दे। ലോകത്തിൽ നമുക്കൊരു പരിഗണന ലഭിച്ചില്ലെങ്കിലും दुनिया में हो सकता है आपको कोई भी हालेलुया लोग आपको कोई आदर ना करे, തനിച്ചവന്റെ അടുത്തിരിക്കുന്ന നമുക്ക് എത്രയോ സന്തോഷകരമായ കാര്യമാണ്. उनके साथ बैठना, अकेला बैठना, एकांत में बैठना हालेलुया आपके लिए बहुत खुशी की बात है। യേശുവിനെ ഒരു രാജാവാക്കി അവരുടെ നേതാവാക്കി അങ്ങനെ ലോകത്തിൽ നിലനിർത്തുവാൻ യേശുവിനെ കാണുമ്പോൾ യേശു അവരിൽ നിന്ന് തനിച്ച് മാറിപ്പോകുകയാണ്. जब यीशु को पकड़कर राजा बनाने चाहता तो यीशु उनसे दूर चले जाते, एकांत में चले जाता है। ലോകം ഒരുപക്ഷെ നമ്മളെ കീഴ്പ്പെടുത്തുവാൻ, പാപത്തിന്റെ ശക്തികൾ നമ്മളെ കീഴ്പ്പെടുത്തുവാൻ, दुनिया का सामर्थ्य हो सकता है हमको गिराने के लिए, हमको हराने के लिए कोशिश करेगा। നമ്മളെ സ്വാധീനിക്കുവാൻ കടന്നു പോകുമ്പോൾ നമ്മൾ തനിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ऐसी चीजें जब हमको पलटने के लिए कोशिश करते हैं, उनके बीच में से आपको भाग जाना बहुत जरूरी है। നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നമ്മൾ ഓടി മറയുമ്പോൾ हमारे जीवन को जो बंधन करता है, ऐसा जो चीजों में से जब आप भागता आता है, ദൈവത്തിന്റെ പ്രത്യേക ശക്തി നമ്മുടെ മേൽ വസിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. परमेश्वर का एक बहुत बड़ा सामर्थ्य आपके ऊपर उतरते हुए आप देख सकता है। ആരൊക്കെ ഈ ലോകത്തിന്റെ ആ സ്വാധീനത്തിൽ നിന്ന്, അതിന്റെ ആകർഷണത്തിൽ നിന്ന് ഓടി ഒലിക്കുന്നുവോ, जो लोग धरती की जो खींचते हुए धरती की जो बातों से जो भाग जाता है, അവരുടെ മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കും നമുക്ക് അനുഭവിപ്പാൻ കഴിയും. उनके ऊपर एक प्रभु का सामर्थ्य उतरते हुए हम वचन के अंदर देख सकता है। നമുക്ക് മുൻപിൽ ജീവിച്ചിരുന്ന ശക്തന്മാരായ ദൈവദാസന്മാർ
അപ്രകാരം ജയാളികളായി തീർന്നവരാ. हमारे आगे जो प्रभु की दास लोग थे, वो लोग इस तरीके का सामर्थ्य को पाकर हालेलुया जय का घोषणा सुनाया हुआ लोग है. അതിനായിട്ട് നമ്മളെ തനിച്ച് ദൈവം വിളിച്ചിരിക്കുകയാണ്, ദൈവത്തോട് ചേർന്നിരിപ്പാൻ. इसलिए प्रभु ने हमको अकेला में एकांत में बुलाया है. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ मत्ती रचित सुसमाचार उसका 24 अध्याय उसका 3 वचन जब हम पढ़ते हैं, അവിടെ നമ്മൾ കാണുന്നത് യേശു അവരെ തനിച്ച് വിളിച്ചത് वहां हम देख सकता है यीशु मसीह उनको एकांत में इसीलिए बुलाया, ഈ ലോകത്തെ വിവേചിക്കുവാൻ വേണ്ടിയാണ്. എന്താ പറഞ്ഞേ? ലോകത്തെ വിവേചിക്കുവാൻ, दुनिया को फरकने के लिए उनको बुलाया है. ദൈവം നമ്മളെ തനിച്ച് വിളിച്ചത് परमेश्वर ने हमको एकांत में इसलिए बुलाया, ഈ ലോകം ഏതാണെന്ന് നമുക്ക് അറിയിക്കുവാൻ വേണ്ടിയാണ്. दुनिया क्या है करके आपको समझाने के लिए है. ഈ ലോകം നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന ലോകമാണ്. ये दुनिया आपको खत्म करने वाला दुनिया है. ഈ ലോകം നമ്മുടെ ജീവിതത്തെ ഒറ്റപ്പെടുത്തി കളയുന്ന ലോകമാണ്. ये दुनिया आपको हालेलुया अकेला बना देगा, आपको जुड़ में से अकेला करवा देगा. ഈ ലോകം നമ്മളെ പാപത്തിലേക്ക് വിളിക്കുന്ന ലോകമാണ്. ये दुनिया आपको पाप की ओर खींचने वाला दुनिया है. ഈ ലോകം നശിച്ചു പോകുന്ന ലോകമാണെന്ന് വചനം പഠിപ്പിക്കുന്നു. ये दुनिया खत्म हो जाने वाली दुनिया है. അതിന് തനിച്ച് അവന്റെ അടുത്തേക്ക് കടന്നു വരേണ്ടത് അത്യാവശ്യമാണ്. उसके लिए आप अकेला उनके यीशु मसीह के पास आना बहुत जरूरी है. ഈ ലോകത്തെ കുറിച്ച് നമ്മൾ വ്യക്തമായി അറിയണമെങ്കിൽ യേശുവിനോട് ചേർന്നിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ये दुनिया के बारे में अगर आप अच्छी तरह से जानकारी चाहिए तो आप यीशु के करीब रहे, यीशु के पास आके अकेला में बैठे. ഈ ദിവസങ്ങൾ നമ്മൾ ദൈവത്തിന്റെ കൂടെ ചേർന്നിരിക്കുമെങ്കിൽ ലോകം എന്താണെന്ന് ദൈവം നമ്മളെ വെളിപ്പെടുത്തി തരുവാൻ ഇടയായിത്തീരും. इस दिनों में अगर यीशु मसीह के साथ अगर आप जुड़कर अगर बैठेगा तो यीशु मसीह दुनिया के बारे में एक अच्छे प्रकाश आपको देगा. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ലോകം ഇതല്ല, നമ്മുടെ ലോകം സ്വർഗരാജ്യമാണ്. परमेश्वर का वचन हमको शिक्षा देता है, हमारा नागरिकता हमारा दुनिया ये नहीं, हमारा दुनिया है स्वर्ग राज्य. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ മുഴുവനും സ്വർഗത്തെ കുറിച്ചുള്ള ചിന്തകളായിരിക്കണം. इसलिए हमारा जो भी सोच विचार है प्रभु परमेश्वर का स्वर्ग राज्य के बारे में जो सोच है होना चाहिए. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം പറയുന്നു, കൊലോസ്യോं का पत्री 3 अध्याय कहता है, നമ്മൾ മരിച്ചു, നമ്മുടെ ആത്മാവ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. हम मरकर हमारी आत्मा प्रभु में छुपे हुए हैं. സ്നാനത്തിലൂടെ നമ്മൾ നമ്മുടെ പാപത്തിന്റെ ശരീരത്തെ മരിപ്പിച്ചു കളയുകയാണ്. पाप के द्वारा हम अपनी शरीर को खत्म करा रहा है. പുതിയ മനുഷ്യനായ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ നമ്മൾ ധരിക്കുകയാണ്. हम परमेश्वर की आत्मा के द्वारा अब एक यीशु मसीह को पहन रहा है. ഒരു ദൈവ പൈതലിന്റെ ആത്മാവ് ക്രിസ്തു യേശുവിൽ മറഞ്ഞിരിക്കുകയാണ്. एक परमेश्वर का संतान का आत्मा प्रभु में छुपे हुए हैं. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ മുഴുവനും ഉയരത്തിലുള്ള സ്വർഗീയ ചിന്തകൾ മാത്രമായിരിക്കണം. इसलिए आपका जो भी सोच हो स्वर्गीय सोच होना चाहिए. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം പറയുന്നു, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കുവിൻ. इसलिए कोलोसियों का पत्र 3 अध्याय कहता है, तुम स्वर्ग की चीजों की खोज में रहो. ഈ ലോകത്തിലുള്ളത് ചിന്തിച്ചാൽ നമുക്ക് ഗുണമൊന്നും ലഭിക്കത്തില്ല. ये दुनिया के बारे में अगर आप सोचेगा तो कोई आपको विशेष गुण नहीं प्राप्त होगा. ഈ ലോകത്തിലെ ചിന്തകൾ കൊണ്ട് നമുക്കൊരു നേട്ടവും ഉണ്ടാകത്തില്ല. ये दुनिया की चीजों से आपको कोई फायदा भी नहीं होगा. ദൈവം എന്തെങ്കിലും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നേടുവാൻ കഴിയത്തുള്ളൂ. परमेश्वर जब तक आपका जीवन में कार्य नहीं करेगा तब तक आप कुछ नहीं पा सकता. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച നമുക്ക് വേണമെങ്കിൽ നമ്മൾ ദൈവത്തിന് സ്ഥാനം കൊടുത്തേ മതിയാകൂ. अगर आप अपनी जीवन में उन्नति चाहता है तो प्रभु यीशु मसीह को अपना जीवन का सब कुछ दिए. ദൈവത്തിന് സ്ഥാനം കൊടുക്കാത്ത ജീവിതം പരാജയപ്പെട്ട ജീവിതമാണ്. जो व्यक्ति यीशु मसीह के लिए अपना जीवन नहीं देता है वो पराजित जीवन है. അതിനുവേണ്ടി ദൈവം നമ്മളെ തനിച്ച് വിളിച്ചിരിക്കുകയാണ്.
इसके लिए प्रभु हमको अकेला में बुलाया है। ഈ ദിവസങ്ങളിൽ നമ്മൾ ഉയരത്തിലുള്ളത് ചിന്തിച്ച് മുന്നോട്ട് യാത്ര ചെയ്താൽ इस दिनों में अगर हम स्वर्ग की चीजों की खोज में अगर आप यात्रा करेगा तो നമുക്കുള്ള എല്ലാ നന്മകളും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തരുവാനിടയായി തീരും. आपके लिए क्या क्या भलाई चाहिए सब कुछ प्रभु आपके लिए बंदोबस्त करेगा। ഇന്ന് പലയിടത്തും പല പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ കാരണം आज हर एक जगह में ऐसी बातें हालेलुया संभव होने के पीछे का कारण ദൈവത്തിന്റെ പദ്ധതികൾ മറന്നു ജീവിക്കുന്നത് കൊണ്ടാണ്. दुनिया का लोग परमेश्वर की योजनाओं को भूल कर जीता है। ലോകത്തെ വിവേചിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുന്ന ദൈവമാണ്. दुनिया को हालेलुया परखने के लिए प्रभु हमको कृपा देता है। ദൈവത്തിന്റെ വചനം പറയുന്നത് ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. प्रभु का वचन कहता है जो दुनिया से प्रेम है वो परमेश्वर का बैर है। അതുകൊണ്ട് ദിവസങ്ങളിൽ ക്രിസ്തുവിനെ ആഴമായി സ്നേഹിക്കുവാൻ അവനോട് തനിച്ചിരിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. इस दिनों में प्रभु के साथ अकेला में उनके साथ एकांत में बैठकर आप उनका सुनने के लिए प्रभु आपसे आपको संदेश दे रहा है। മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ मत्ती रचित सुसमाचार 16 अध्याय उसका 28वां वचन जब आप पढ़ते हैं അവിടെ നമ്മൾ കാണുന്നത് തനിച്ച് ചിലരെ വിളിച്ചത് वहां प्रभु इसलिए लोगों को बुलाया മരണത്തിന്റെ അപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന് പറയുവാൻ വേണ്ടിയാണ്. मृत्यु के आगे एक बहुत बड़ा जीवन है करके आपको बताने के लिए प्रभु चाहता है। ലോക മനുഷ്യന്റെ ചിന്തകൾ മുഴുവനും മരണം വരെയുള്ളൂ. धरती का जितने भी रिश्ता है सोच है मृत्यु तक है। എന്നാൽ ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ മരണത്തിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ അവൻ അറിയിക്കുവാൻ हालेलुया एक परमेश्वर का തനിച്ച് ദൈവത്തിന്റെ കൂടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. प्रभु का व्यक्ति को प्रभु ये समझाना चाहता है मृत्यु के आगे एक जीवन है उसके बारे में आपको समझाना चाहता है। മത്തായി 16:28 നമ്മൾ കാണുന്നത് തനിച്ച് വിളിച്ചത് മരണത്തിന്റെ അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. अकेला में इसलिए बुलाया कि मृत्यु के आगे क्या क्या बातें हैं वो उनको प्रकाश करने के लिए प्रभु ने एकांत में उनको बुलाया। ലോക മനുഷ്യൻ നഷ്ടത്തിന് നടുവിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ दुनिया का लोग धरती की छोटी छोटी नुकसान में जब रोते बैठता है ദൈവത്തിന്റെ പൈതൽ പ്രതിസന്ധിയുടെ നടുവിൽ നഷ്ടത്തിന് നടുവിൽ അവൻ സന്തോഷത്തോടെ പ്രത്യാശയോടെ ആയിരിക്കും. प्रभु का जन अपने नुकसान में परेशानी के समय पर खुशियों से आगे बढ़ता है। അപ്രകാരമുള്ള 3 പേരുമായിട്ടാണ് യേശു മലയിലേക്ക് തനിച്ച് കയറിപ്പോയത്. ऐसा हालेलुया 3 लोगों के साथ प्रभु एकांत में उनके साथ पहाड़ की ओर गया। ഒന്നാമത്തെ ആമൻ വ്യക്തിയുടെ പ്രത്യേകത അവൻ പ്രത്യാശയുള്ളവനായിരുന്നു. हालेलुया पहले बात था वो लोग आशा करने वाला लोग थे। ജീവിതത്തിൽ ഒരു വലിയ പ്രത്യാശ ഉണ്ടെങ്കിൽ പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് ഒരിക്കലും തലകുനിക്കേണ്ടി വരത്തില്ല. आपके जीवन में एक अच्छे यीशु मसीह के बारे में परमेश्वर के राज्य के बारे में एक अच्छा आशा अगर आप रखा है तो किसी के सामने आपको सिर झुकाने की जरूरत नहीं पड़ेगा। ഇന്ന് രാത്രി പ്രത്യാശയില്ലാത്ത ഏതെങ്കിലും അവസ്ഥയിലൂടെ ആരെങ്കിലും കടന്നു പോണെങ്കിൽ आज रात को कोई लोग अगर आशा का विरुद्ध अगर जाता है तो നിന്റെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവൻ നിന്നെ തനിച്ച് വിളിച്ചിരിക്കുകയാണ്. आपकी आशा को बढ़ाने के लिए प्रभु आपको अकेला बुलाया है। അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ प्रेरितों का काम जब हम पढ़ते हैं ഒരു വലിയ സമുദ്രത്തിന് നടുവിൽ വെച്ച് एक बहुत बड़ा समुद्र के बीच में അപ്പോസ്തലന്മാരും മറ്റു വ്യക്തികളും സഞ്ചരിച്ച പടക് തകർന്നുപോയി. प्रेरित लोग जो यात्रा किया हुआ था वो नाव टूट गया। വെളിച്ചം കാണാതെ ദിവസങ്ങൾ അവർ ആ സമുദ്രത്തിന് അകത്ത് ഒറ്റപ്പെട്ട് കിടന്നു. वो समुद्र के बीच में बिना ज्योति से बहुत दिन गुजर आया। അവരുടെ ജീവിതത്തിന് നാളെ എന്തെന്നൊരു പക്ഷേ അവർ ചിന്തിച്ച് വ്യാകുലപ്പെട്ടേക്കാം. कल क्या होगा करके वो लोग व्याकुल हुआ। അവിടെ വായിക്കുന്നവരുടെ പ്രത്യാശ മുഴുവനും നശിച്ചുപോയി. वहां हम देख सकता है उनकी पूरी आशा टूट गई। ഇന്ന് രാത്രി അങ്ങനെയുള്ള അവസ്ഥയിൽ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ
आज रात को ऐसी कोई अवस्था में कोई मेरे को सुन रहा है तो നാളെ എന്റെ ജീവിതം എന്തായി തീരുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ कल मेरा जीवन क्या होगा करके अगर आप सोच रहे हो तो പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ, पवित्र आत्मा में मैं आपको याद दिलाना चाहता हूं, നിങ്ങളുടെ ജീവിതം നഷ്ടമല്ല, അതിന്റെ നടുവിൽ പ്രത്യാശ തരുന്ന ഒരു ദൈവമുണ്ട്. आपका जीवन में नुकसान नहीं, वो आशा, आपका जीवन में एक आशा देने वाला एक परमेश्वर है। ആ പ്രശ്നത്തിന് നടുവിൽ അപ്പോസ്തലൻ മുട്ടുമടക്കാൻ തയ്യാറായപ്പോൾ उस इतना बड़ा परेशानी के बीच में, समुद्र के बीच में, अंधकार में हुआ तो उन्होंने जब परमेश्वर के चरणों में घुटना टेका तो അവൻ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ जब वो प्रार्थना करने के लिए तैयार हुआ है तो അവിടെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുവാൻ ഇടയായി. वहां परमेश्वर का स्वर्गदूत उनके बीच में उतर आया। ഈ ദിവസങ്ങൾ നമ്മൾ തനിച്ചിരിക്കുമ്പോൾ നമ്മൾ മുട്ടുമടക്കാൻ തയ്യാറായാൽ अगर आप अकेला में जब बैठा है प्रभु के चरणों में अगर घुटना टेकने के लिए अगर आप तैयार है तो നമ്മുടെ പ്രാർത്ഥനയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണാൻ പോവുകയാണ്. आपकी प्रार्थना में उतर आने वाला एक परमेश्वर को आप देखने जा रहा है। അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട പ്രത്യാശയെ ദൈവം അവർക്ക് കൊടുക്കുവാൻ ഇടയായി. उनके जीवन में जो टूटा हुआ आशा को प्रभु वापस दिया। ആ പ്രത്യാശയോടെ അവർ മറുകരയിൽ അക്കരെ കരയിലെത്തി. उस आशा के साथ वो लोग दूसरी पार पहुंच गया। ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവവേദന നിന്നെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ये प्रार्थना करने वाला प्रभु की दास बेटा बेटी तुमको कोई पराजय नहीं करा सकता, കാരണം നിന്റെ മേൽ ഒരു വലിയ പ്രത്യാശയുണ്ട്. क्योंकि तुम्हारे ऊपर एक बहुत बड़ा आशा है। ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടെന്നുള്ള പ്രത്യാശയാണ്. आज ये नहीं तो कल ये मेरे जीवन में जो जिस परेशानी से मैं गुजर रहा हूं उसमें मैं पार हो जाऊंगा। രണ്ടാമത്തെ വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് दूसरी विशेषता क्या है? ആഴമേറിയ ഒരു വിശ്വാസത്തെ കുറിച്ചുള്ള പ്രത്യാശയാണ്. बहुत गहरा विश्वास के बारे में एक आशा है। രണ്ടാമത്തെ മനുഷ്യന്റെ പ്രത്യേകത അവന് ആഴമേറിയ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. दूसरा व्यक्ति का विशेषता है वो एक बहुत गहरा विश्वास था। നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോകാറുണ്ട്. हमारे जीवन में बहुत बार हम विश्वासी जीवन में थक जाता है। എന്നാൽ മറ്റുള്ളവർക്കില്ലാത്തൊരു വലിയ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ अगर जो लोगों को नहीं है, अगर उस तरीके का एक विश्वास अगर आपके अंदर हो तो നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും കാണാത്ത ചില കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുവാനിടയായിത്തീരും. आज तक जो नहीं देखा हुआ कुछ एक दर्शन प्रभु आपको देगा। വിശ്വാസികളുടെ പിതാവായി നമ്മൾ അബ്രഹാമിനെ കാണുന്നു. विश्वासियों को पिता करके हम अब्राहम को देख सकता है। അബ്രഹാമിന്റെ ജീവിതത്തിന് ആ അനുഭവങ്ങളിൽ ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. हालेलुया। विश्वासियों का अब्राहम का जीवन में बहुत नुकसान का सामना करना पड़ा। ലോകത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയപ്പോൾ അനേക നഷ്ടങ്ങൾ അബ്രഹാമിൽ കണ്ടു. दुनिया के आंखों से जब देखेगा तो अब्राहम को बहुत नुकसान का सामना करना पड़ा। എന്നാൽ അവന്റെ വിശ്വാസത്തിന്റെ ശക്തി വർദ്ധിച്ചപ്പോൾ അവൻ ആ പ്രതിസന്ധിയിൽ ജയിക്കുവാനിടയായി തീർന്നു. जब उनके अंदर विश्वास बढ़ गया तो उनके सामने का परेशानी के ऊपर वो जीत पाया। ലോകം നമ്മളെ നോക്കി ഒരുപക്ഷെ അനേക നഷ്ടങ്ങളുടെ കണക്കുകൾ അവൻ കാണിക്കുമായിരിക്കും. हो सकता है दुनिया का लोग आपके ओर उंगली कर बहुत नुकसान की बात आपको गिनाएगा। മറ്റുള്ളവരെ പോലെ പണമില്ലെന്നൊരു പക്ഷെ ലോകം നമ്മെ കുറിച്ച് പറഞ്ഞേക്കാം. हो सकता है दुनिया की लोगों की तरीके से आपके पास धन नहीं है करके कह सकता है। മറ്റുള്ളവരെ പോലെ പ്രൗഢിയില്ലെന്ന് സ്ഥാനമാനമില്ലെന്ന് ഒരു പക്ഷെ പറഞ്ഞേക്കാം. जो दुनिया की लोगों की तरीके के अनुसार आप शोर नहीं है, आपको इज्जत नहीं है करके लोग कह सकता है। അങ്ങനെ ഒത്തിരി നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ലോകം വിരൽ ചൂണ്ടും. हालेलुया। बहुत नुकसान के बारे में लोग आपको विरुद्ध बोल सकता है। ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കണമോ, ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കണമോ എന്നൊരു പക്ഷെ ലോകം നമ്മോട് ചോദിക്കുമായിരിക്കും. ये आपसे पूछ सकता है तुम इतनी नुकसान में, इतनी गरीबी में ऐसा बात ऐसी जीवन क्यों चला रहा करके आपसे हो सकता है लोग पूछेगा। എന്നാൽ ആഴമേറിയ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, अगर एक गहरा विश्वास अगर आपके अंदर है तो ലോകം വിളിച്ചു പറയുന്ന നഷ്ടങ്ങൾ നമുക്കൊരു നഷ്ടമേ അല്ല. जो दुनिया बोलने वाला नुकसान आपके लिए एक नुकसान नहीं है।
ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിൽ നിന്ന് ഉറയ്ക്കുവാൻ തയ്യാറായാൽ इन दिनों में अगर आप विश्वास में एक बार अगर आप स्थिर रहने के लिए मैं आपसे उपदेश देता हूं, നമ്മുടെ നഷ്ടങ്ങളെ കുറിച്ച് വിളിച്ചു പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം നമ്മുടെ തലയെ ഉയർത്തുന്ന ദൈവമാണ്. जो लोग हमारे बारे में जो नुकसान आप नुकसान उठाया करके जो बोला हुआ लोगों के सामने प्रभु सब चीज से हालेलुया आपको फायदामंद कराएगा. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ലെന്ന് വചനം വ്യക്തമായി പറയുന്നു. प्रभु का वचन कहता है जिन्होंने उनकी ओर दृष्टि की उन्होंने ज्योति पाई, उनकी मुंह कभी काला ना होने पाया. നമ്മുടെ തല ഉനിക്കാൻ ദൈവം ഒരിക്കലും നമ്മളെ അനുവദിക്കുന്ന ദൈവമല്ല. आपकी सिर झुकाने के लिए प्रभु कभी आपको अनुमति नहीं देगा. യേശുവിന്റെ മുഖം പ്രകാശിക്കപ്പെട്ടതുപോലെ നമ്മുടെ മുഖവും പ്രകാശിക്കപ്പെടുവാൻ ഇടയായി തീരും. यीशु का मुंह जिससे चमका है उसी जैसा आपका भी मुंह चमकना लगेगा. യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ ആ രൂപാന്തരം പോലെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റവും രൂപാന്തരവും ഉണ്ടാകുവാൻ ഇടയായി തീരും. यीशु का जीवन में कैसे रूपांतर हुआ उसी जैसा रूपांतर आपका भी हमारा भी जीवन में होगा. നമ്മുടെ ജീവിതം ഒരു വെളിച്ചമുള്ള വസ്ത്രം പോലെ നമ്മൾ പുതിയൊരു വ്യക്തിയായി മാറുവാൻ ഇടയായി തീരും. आपका जीवन हमारा जीवन एक नया बहुत बड़ा शोभा वाला एक सफेद वस्त्र की तरह यीशु के जैसे चमका उसी जैसा हमारा भी जीवन चमकेगा. അതിനാളമേറിയ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായേ മതിയാകൂ. इसके लिए एक गहरा विश्वास आपको होना जरूरी है. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ നമ്മൾ മാനിപ്പാൻ ശക്തനായ ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. आपको आदर करने के लिए आपको ऊंचा करने वाला परमेश्वर आपके संग है. മൂന്നാമത്തെ വ്യക്തിയുടെ പ്രത്യേകത അവന്റെ മേൽ വലിയൊരു സ്നേഹത്തിന്റെ ആത്മാവുണ്ടായിരുന്നു. तीसरा व्यक्ति का खास यही है कि वो बहुत प्रेम करने वाला व्यक्ति था. അവൻ യേശുവിന്റെ സ്നേഹത്തെ ആഴമായി അറിഞ്ഞവനാണ്. वो यीशु का प्रेम को बहुत गहराई से जानते थे. യേശു പഠിപ്പിച്ച സ്നേഹത്തെ അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവനായിരുന്നു. यीशु ने जो शिक्षा दिया वो प्रेम को वो प्रकट करना चाहता था. അങ്ങനെയെങ്കിൽ ആ യേശുവിന്റെ കൂടെ തനിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ अगर ऐसा है तो उस यीशु के साथ आप अकेला बैठता है. ലോകമൊറ്റപ്പെടുത്തിയ തകർന്നു കിടക്കുന്ന അനേക വ്യക്തികളെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കാൻ നമുക്ക് കഴിയും. जो आपको जो अलग किया हुआ जो टूटे दुनिया का व्यक्ति को आप प्रभु की करीब ला सकता है. മറ്റുള്ളവരെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുമ്പോൾ തന്നെ दूसरे लोगों को जब आप प्रेम में जुड़ाएगा നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തക്കവണ്ണം കഴിയും. हम भी दूसरे से प्रेम रख पाओगे. അതിനുവേണ്ടി യേശു നമ്മളെ തനിച്ച് വിളിച്ചിരിക്കുകയാണ്. इसके लिए प्रभु हमको अकेला बुलाया है. ഞാൻ എന്റെ അവസാന ചിന്തയിലേക്ക് കടന്നു വരട്ടെ. मैं अपना आखिरी संदेश में आता हूँ. എന്തിനു വേണ്ടിയാണ് യേശു നമ്മളെ തനിച്ച് വിളിച്ചത്? क्यों यीशु हमको अकेला बुलाया? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ मत्ती के सुसमाचार उसका 4 अध्याय जब हम पढ़ते हैं പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. वहां हम देख सकता है आत्मा यीशु को जंगल में ले गया ताकि इब्लीस से उसकी परीक्षा हो. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അനേകം മരുഭൂമിയുടെ ദിനങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വന്നേക്കാം. हो सकता है इस तरीके का बहुत तेज समय हमारे सामना कर सकता है. അതിന്റെ നടുവിൽ പൈശാചിക വെല്ലുവിളികൾ ഒരുപക്ഷെ നമുക്കെതിരെ ഉയർന്നേക്കാം. हो सकता है बहुत शैतान के ऐलान हमारे जीवन के सामने आ सकता है. അതൊരു പക്ഷെ സമൂഹത്തിൽ നിന്നായിരിക്കാം, കുടുംബത്തിൽ നിന്നായിരിക്കാം. हो सकता है वो समाज के बीच में से हो, आपका परिवार के बीच में से हो. വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപക്ഷെ പൈശാചിക വെല്ലുവിളികൾ ഉയർന്നേക്കാം. व्यक्तिगत जीवन में शैतान की चेतावनी ऐलान हो सकता है आपका सामना करना पड़े. അവിടെ तनिച്ച് യേശു മരുഭൂമിയിൽ അതിനെ ജയിക്കുവാൻ തക്കവണ്ണം ഇടയായി. वहां हम देख सकता है यीशु हालेलुया अकेला में उसको सामने शैतान की हर एक परीक्षा को जीत पाया करके हम देख सकता है. വിശന്നിരിക്കുന്ന സമയത്ത് യേശുവിനോട് പിശാച് പറഞ്ഞു, जब यीशु मसीह भूखे थे तब शैतान उनसे कहा, നീ കല്ലെടുത്തൊരു അപ്പമായി ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. ये पत्थर को एक रोटी बनाओ करके बोला.
യേശു അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. यीशु बहुत चमत्कारी कार्य किया हुआ है, लेकिन अपने लिए कभी एक चमत्कारी कार्य नहीं किया. യേശു പിശാചിനോട് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. यीशु शैतान से कहा, मनुष्य केवल रोटी से नहीं, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. परमेश्वर से मुंह से निकलने वाला हर एक वचन से भी जीते रहता है. എന്തിനു വേണ്ടിയാ ദൈവം നമ്മളെ തനിച്ച് വിളിച്ചിരിക്കുന്നത്? क्यों प्रभु हमको अकेला बुलाया है? വചനത്തിലുള്ള ആശ്രയം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. वचन के अंदर आपको शरण पाने के लिए, आप शरण पाने के बाद उसके अंदर से आपको प्रकाश देने के लिए. ലോകത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. दुनिया का स्वार्थ बातों के लिए नहीं प्रभु आपको बुलाया. വചനത്തിലുള്ള ആശ്രയത്തോടെ ജീവിക്കുവാൻ വേണ്ടിയാണ് യേശു നമ്മളെ വിളിച്ചത്. वचन में शरण पाकर जीने के लिए प्रभु ने आपको बुलाया है. വചനത്തിലുള്ള ആശ്രയത്തോടെ പിശാചിനെ തോൽപ്പിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. वचन के अंदर आश्रय पाकर आप शैतान को हराए करके प्रभु चाहते हैं. എന്തിനാ താൻ തനിച്ചായത്? വചനത്തിലുള്ള ആശ്രയം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. आपको एकांत में इसलिए बुलाया है, वचन के अंदर आपकी शरण पाए. രണ്ടാമത് പിശാച് യേശുവിനോട് പറഞ്ഞു, നീ ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക. समय में ओके. दूसरी बात कहा, ये उसके ऊपर से तुम नीचे को खुदो करके बोला. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. यीशु ने बोला, तुम अपनी परमेश्वर की परीक्षा नहीं करना. അവിടെ തനിച്ചായതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവൻ വിശ്വാസത്തോടെ ഭയപ്പെട്ട് യേശുവിനെ, ദൈവത്തെ അനുസരിക്കുവാനുള്ള മനോഭാവമാണ്. हालेलुया. वहां हम से देख सकते, विश्वास के साथ, परमेश्वर की भय के साथ, उनकी परमेश्वर का वचन का पालन करने के लिए बुलाया. തെറ്റായ കാര്യങ്ങൾ പിശാച് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് അത് ചെയ്യുവാൻ പറയുമ്പോൾ, झूठे कार्य प्रभु शैतान जब हमसे कराने के लिए जब कोशिश कराता है, അവിടെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ മാത്രം അനുസരിക്കുവാൻ നമ്മൾ തനിച്ച് അവന്റെ അടുത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. उस समय हम हालेलुया परमेश्वर को ही पालन कर कर उनके अकेला में, उनके किनारे में बैठना, उनके जगह कदमों में बैठना जरूरी है. മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, तीसरी बात मैं आपको बोलना चाहता हूं, എന്തിനു വേണ്ടിയാണ് തനിച്ച് അവൻ മരുഭൂമിയിലാക്കപ്പെട്ടത്? क्यों वो एकांत में मरुस्थल में हुआ? മലയിൽ കൊണ്ടുപോയി പിശാച് അവനെ നമസ്കരിക്കുവാൻ വേണ്ടി പറഞ്ഞപ്പോൾ, जब पहाड़ के ऊपर ले गया और शैतान ने बोला मुझे दंडवत करो, तब प्रभु ने कहा, യേശു കർത്താവ് പിശാചിന്റെ പദ്ധതികളെ ശാസിക്കുവാനിടയായി. शैतान की हर एक योजनाओं को प्रभु डांटा है. ലോകത്തിന്റെ പല സ്ഥാനമാനങ്ങളും കൊടുത്ത് എന്നെ നമസ്കരിച്ചത് ഇതൊക്കെ തരാമെന്ന് പറഞ്ഞ് പിശാച് നമ്മളെ വശീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, दुनिया की बहुत मीठे मीठे बात बोलकर शैतान आपको अपने करीब खींचना जब चाहेगा, ഈ ലോകത്തെയും ലോകത്തിന്റെ പദ്ധതികളെയും ലോകത്തിന്റെ സ്നേഹത്തെയും ശാസിക്കുന്നവനാണ് ദൈവത്തിന്റെ പൈതൽ. हालेलुया. उसका शैतान की हर एक योजनाओं को डांटने वाला होना चाहिए प्रभु का बेटा. അവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം ഇതാണ്, वहां मैं आपको ये बताना चाहता हूं, പിശാചിന്റെ പദ്ധതികൾക്ക് യേശു അടിമയായില്ല. शैतान की कोई भी योजना का यीशु उसका नीचे ना बना, गुलाम ना बना. ഇന്ന് രാത്രി ആ പാപത്തിനും പിശാചിനും അടിമയായി നിൽക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. आज रात को प्रभु हमको इसलिए नहीं बुलाया हम शैतान की गुलाम बन जाओ. അതിനെ ശാസിച്ചതിന്റെ മേൽ ജയമെടുക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാ. उसके ऊपर डांट कर उसके ऊपर आप जय पाने के लिए प्रभु आपसे चाहता है. അതിനുവേണ്ടി തനിച്ച് അവൻ വിളിച്ചിരിക്കുക നമ്മളെ. इसलिए प्रभु ने आपको अकेला बुलाया हुआ है. നമ്മൾ യേശുവിനോട് കൂടെ നിത്യതയിലേക്ക് എടുക്കപ്പെടുമ്പോൾ, हम यीशु के साथ अनंत काल का जीवन की ओर जब उड़ते हैं, എല്ലാവരും കൂടെയല്ല, നമ്മൾ തനിച്ചാണ് ദൈവത്തിന് എടുക്കപ്പെടുന്നത്. हम सबके साथ नहीं, हम अकेला जी उठेगा. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരിച്ചാൽ നമ്മൾ വ്യക്തിപരമായി നമ്മൾ യേശുവിന്റെ അടുത്തേക്ക് പോകും. व्यक्तिगत जीवन में यीशु के साथ अच्छे संबंध रखेगा तो आप जब मरकर जी उठेगा, अकेला आप प्रभु के करीब रहेगा.
അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് വ്യക്തിപരമായ യേശുവിനോട് അടുത്ത് യേശുവിനെ സ്നേഹിച്ച് നമുക്ക് ദൈവത്തെ ഭയത്തോടെ ജീവിക്കാം, ദൈവഭയത്തോടെ. हम यीशु मसीह के साथ एकांत में बैठकर यीशु का परमेश्वर की भय में अपना जीवन बिताने पाए. അങ്ങനെ ചേർന്നിരിക്കുന്നവനെ പരാജയപ്പെടുത്താൻ ഒരു ലോകത്തെ ഒരു ശക്തിക്കും കഴിയത്തില്ല. अगर ऐसा एकांत में प्रभु के कदमों में बैठने वालों को ये धरती का कोई भी लोग डरा नहीं सकता. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ये वचन के द्वारा प्रभु हमको आशीष दे. നമുക്കൊരു വിജയമുണ്ട് നിശ്ചയമായിട്ടും. हमको लिए एक जीत है, एक निश्चय है. യേശു നമ്മളെ വിളിച്ചത് ഒരു പരാജയത്തിന്റെ കഥ പറയാൻ വേണ്ടിയല്ല. यीशु हमको बुलाया आपको हराने का एक संदेश देने के लिए नहीं बोला, हार का संदेश देने का बुलाया नहीं. യേശു നമ്മളെ വിളിച്ചത് ഒരു നഷ്ടത്തിന്റെ കഥ പറയാൻ വേണ്ടിയല്ല. यीशु आपको इसलिए नहीं बुलाया एक नुकसान का कहानी सुनाए. ജയാളിയായി നിൽക്കുവാൻ വേണ്ടിയാണ് യേശു നമ്മളെ വിളിച്ചത്. जय का व्यक्ति बनने के लिए प्रभु ने आपको बुलाया है. അതുകൊണ്ട് യേശുവിനോട് നമുക്ക് വ്യക്തിപരമായിട്ട് അടുക്കാം. इसलिए आप यीशु मसीह के साथ एक व्यक्तिगत संबंध रखें. ആ യേശുവിന്റെ സ്നേഹത്തെ നമുക്ക് മുറുകെ പിടിക്കാം. उस यीशु का प्रेम को मजबूत बनाएं. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. प्रभु आपको आशीष देने पाए. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോടും സഭയോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. आज जो मुझे अवसर दिया कलीसिया को, मैं प्रभु का नाम में मैं धन्यवाद करता हूँ. പ്രതീക്ഷയോടും പ്രത്യാശയോടും വിശ്വാസത്തോടും സ്നേഹത്തോടും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. हमको आशा के साथ, विश्वास के साथ, प्रेम के साथ हम आगे बढ़े. നമ്മുടെ കർത്താവ് നമ്മുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. हमारा प्रभु हमारी हाथ को थामा हुआ है. ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കൂടെ കർത്താവുണ്ട്. दुनिया के अंत तक प्रभु हमारे संग है. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ മുന്നേറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. इसलिए धीरज के साथ हम आगे बढ़े. प्रभु आपको आशीष दे. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് യു. हम सबको धन्यवाद देते हुए वचन समाप्त करते हैं. सबको प्रभु आशीष दे. ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്റർ, ഞങ്ങളുടെ മധ്യത്തിൽ വന്നതിനും വചനം സംസാരിച്ചതിനും ദൈവം കോടാനുകോടിയായി നന്മ തരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. प्रभु का दास के लिए अभी ब्रजेश पास्टर प्रार्थना करेंगे. आमीन. स्तोत्रम. हालेलुया 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 हालेलुया. धन्यवाद धन्यवाद स्वर्गीय पिता परमेश्वर, हम धन्यवाद करते हैं प्रभु जी, आपकी बड़ी करुणा, आपकी बड़ी दया. धन्यवाद जो हम लोग के बीच में दिया. हालेलुया. हम प्रार्थना करते प्रभु जी दास के लिए, प्रभु तो आपके सुंदर वचन को जो प्रभु ने आपने दिया परमेश्वर, जो प्रभु अकेले में बुलाया परमेश्वर पिता, हम धन्यवाद करते जो नाम लेकर के आपने बुलाया है परमेश्वर पिता. हम आपको धन्यवाद करते हैं. आपकी दया, आपकी बड़ी करुणा के लिए हम आपसे विनती करते हैं प्रभु जी. याकूब को, ओ प्रभु जी, यूहन्ना को प्रभु जी आपने बुलाया. आज प्रभु जी आपके पवित्र आत्मा, हम प्रभु जी आपसे विनती करते हैं अपने बच्चों के ऊपर एक शैतान को डांटने वाला और हर एक तरीके से प्रभु अंधकार की ताकत को खत्म करने वाला प्रभु जी. हालेलुया. आपने अपना अधिकार दिया है परमेश्वर, हम धन्यवाद करते हैं उन सारे विजय को पाने के लिए प्रभु आपने दिया, इसलिए हम धन्यवाद करते हैं प्रभु जी. विशेष हम दास के लिए हम प्रार्थना करते हैं जो प्रभु जी हालेलुया आप उन्हें इस्तेमाल किया है. हम धन्यवाद करते हैं उनके परिवार बच्चों के लिए, उनके पापा में भाई बहनों के लिए, उनके सेवकाई जीवन के लिए जो आपने अलग किया, आपने अलग बुलाया, अकेले बुलाया प्रभु जी. के साथ इस्तेमाल करे प्रभु जी, दया करे ताकि हर एक राज्य, हर एक इस देश में प्रभु आपकी बेदारी, आपकी बड़ी आशीष हो राजा, और आपकी महिमा के लिए हम लोग इस्तेमाल में आने पाए राजा. आपकी महिमा हो राजा. आशीष सारी महिमा, आदर, इज्जत, गौरव, प्रशंसा, आदर आपको. धन्यवाद करते हम, धन्यवाद करते हम, धन्यवाद करते यीशु राजा. सारी महिमा आदर आपको देते हुए धन्यवाद करते हुए यीशु मसीह आपके पवित्र और मीठे नाम से मांगते, सुने स्वर्ग राज में ग्रहण करे पिता. आमीन आमीन आमीन. थैंक यू पास्टर जी, आप हमारे बीच में आए. प्रभु आपको आशीष दे. प्रभु आपको बहुत, आपकी मिनिस्ट्री को, आपका परिवार को, बच्चे को, सबको आशीष दे. थैंक यू वेरी मच. थैंक यू.